സർവജ്ഞപീഠം ആദിശങ്കരാചാര്യർ തപസ് അനുഷ്ഠിച്ചത് ഇവിടെയാണ്. ഇപ്രാവശ്യത്തെ മൂകാംബിക ദർശനത്തില് കുടജാത്രിയിൽ പോകണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കുടജാത്രിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ജീപ്പ് വെച്ചിരിക്കുന്നത് പഴയതുപോലെ അമ്പലത്തിന്റെ മുമ്പിലല്ല, മറിച്ച് ലളിതാംബിക ഗസ്റ്റ് ഹൗസിനടുത്താണ്. പോകുന്ന വഴിയിൽ ജീപ്പ് ഡ്രൈവർ ഒരു ഷോപ്പിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പശുക്കുട്ടിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതിന് ഭക്ഷണം വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ എടുത്ത് കൊടുത്തു. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ കുടജാത്രിയിൽ പോകുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറെ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നമ്മളൊരു എമൗണ്ട് പേ ചെയ്യണം. അത് കൂടാണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവേഴ്സോ ഉണ്ടെങ്കിൽ അതും അവർ ചോദിക്കും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. നമ്മളൊരു 100 രൂപ അവർക്ക് കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ ബോട്ടിൽസും കവേഴ്സും ഒക്കെ കാണിച്ചാൽ ആ പൈസ അവർ നമുക്ക് തിരിച്ചു തരും. ഇത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അവിടെ എത്തിയ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ പോയിട്ട് വരേണ്ടതാണ്. 2400 വർഷം മുന്നേയുള്ള മൂകാംബികാദേവി മൂകാസുരനെ വധിച്ച ത്രിശൂലമാണ് ഇത് എന്നാണ് വിശ്വസിച്ച് വരുന്നത്. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ കയറി അവിടെ എത്തുമ്പോഴേക്കും നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. വെറും 32 വയസ്സ് വരെ മാത്രം ജീവിച്ച ആദിശങ്കരാചാര്യർ എന്തൊക്കെ കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യം കുടജാത്രിയിൽ വന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അത്രയൊന്നും തിരക്കേ ഉണ്ടായിരുന്നില്ല. ജീപ്പ് ഇറങ്ങിയിട്ട് ഏകദേശം 2 കിലോമീറ്റർ നടന്നിട്ട് വേണം സർവജ്ഞപീഠം എത്താനായിട്ട്. കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ 13ാമത്തെ കൊടുമുടിയാണ് ഈ കുടജാത്രി. നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ഒരു സ്ഥലവും കൂടിയാണിത്. കുടജ എന്ന കൊടകപ്പാല ചെടിയുടെ പൂക്കളുടെ പേരിൽ നിന്നാണ് കൊടജാത്രി എന്ന പേര് വന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, ഈ ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്കും നേച്ചർ ഇഷ്ടമുള്ളവർക്കും ഒക്കെ പറ്റിയൊരു സ്ഥലവും കൂടിയാണിത്. ഇത്രയും മല കയറിയിട്ട് ആ സർവജ്ഞപീഠം കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. എനിക്ക് കുറേ സമയം കൂടെ അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജീപ്പിൻ്റെ ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ജീപ്പിന് വരാണ്ട് ഫുൾ ട്രക്ക് ചെയ്ത് വരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. നോക്കാം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് സാധ്യമാവോ എന്നുള്ളത്. സർവജ്ഞപീഠം കൂടാണ്ട് ചിത്രമൂലയും ഗണപതി ഗുഹയും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം അവിടെയൊന്നും പോകാൻ വേണ്ടി പറ്റിയില്ല.